കണ്ടുപിടിച്ചില്ലല്ലേ? കണ്ടുപിടിച്ചു. ഇഫ് there is a will, there is a way. This is too much. ഈ നേരത്ത് കാണണം തോന്നി. കിടന്നിട്ട് ഉറക്കം വന്നില്ല. പ്ലീസ് ജിജോ, ഇപ്പൊ ചെല്ല്, നമുക്ക് പിന്നെ കാണാം. ജിജോ. ബ്യൂട്ടിഫുൾ. യു പ്ലേ ദിസ്? വല്ലപ്പോഴും. അപ്പോ ഭംഗിവാക്ക് പറഞ്ഞല്ല, മ്യൂസിക് ഇഷ്ടമാണ്. മ്യൂസിക് വാസ് മൈ ഒബ്സഷൻ, ബട്ട് മെഡിസിൻ swallowed my music. അതെ, എന്റെ സംഗീതത്തെ മരുന്ന് വിഴുങ്ങി. That too, up to here. മനസ്സിലായില്ല. സംഗീതത്തെ മരുന്ന് വിഴുങ്ങി? യു സീം ടു ബി എ പസിൽ. Yes, I am. ജിജോ, it's better you go now. പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ കാണാം. എന്താ, സാന്ദ്രയ്ക്ക് ഭയമുണ്ടോ? ഉവ്വ്, ഉണ്ട്. എന്നെ തന്നെ. പ്ലീസ് ജിജോ, പ്ലീസ് ഗോ. സാന്ദ്ര പറഞ്ഞ പോലെ എനിക്കുണ്ട് ഒബ്സഷൻസ്. സംഗീതം, പിന്നെ ഈ സൗന്ദര്യം. No, Jijo, no. Please go out. Good night. Sandra, open the door. Sandra, please. വാതിൽ തുറക്ക് Sandra. Sandra, please. Open the door. Sandra. Sandra, please open the door. Please open the door. Open the door. Sandra, open the door. Open the door. എന്നോട് ഇത്ര ഇഷ്ടം തോന്നാൻ എന്താ കാരണം? അറിയില്ല. മേ ബി യു ആർ മൈ ഡെസ്റ്റിനി. അതോ മ്യൂസിക് കമ്പോസിങ്ങിനിടെ വീണ് കിട്ടിയ റൊമാൻറ്റിക് റിലീഫോ? അങ്ങനെയാണെങ്കിലും ഇറ്റ്സ് ഓക്കെ. പക്ഷേ ഇപ്പൊ നമ്മൾ തമ്മിലുള്ള ബന്ധം, അടുപ്പം, ഇതൊന്നും മൂന്നാമതൊരാൾ അറിയരുത്. കഥകൾ വായിക്കാറുണ്ടോ? ചിലപ്പോ. എഴുതാറോ പറയാറോ ഉണ്ടോ? ചിലപ്പോ. ചിലപ്പോ ഒരു കഥ. ഇവിടെ വന്നു, തെറ്റില്ലാത്തൊരു പെണ്ണിനെ കണ്ടു, വലിയൊരു പണക്കാരന്റെ ഭാര്യ. വെറുതെ ഒരു ക്രേസ് തോന്നി ചൂണ്ടിയെറിഞ്ഞു, അവൾ കുടുങ്ങി. പിന്നെ രാത്രി മഴയുടെ തണുപ്പിൽ അവളുടെ ചൂടേറ്റ് കിടന്നതും അവളുടെ ശരീരത്തിലെ മറവുകളിലെ മറുകുകൾ തൊട്ട് തലോടിയതും വീരസാഹസിക കഥകളായി കൂട്ടുകാരോട് വിളമ്പിയാൽ. ജിജു ഇതുവരെ കാണാത്തൊരു മുഖം കൂടെയുണ്ട് സാന്ദ്രയ്ക്ക്. അത് കാണാൻ ഇടവരുത്താതിരിക്കുകയാണ് നല്ലത്. സോ ലെറ്റ് ദ സീക്രട്ട് അഫെയർ ബി എ സീക്രട്ട്. റിയലി എ പസിൽ തന്നെ. സംഗീതത്തെ മരുന്ന് വിഴുങ്ങ, ഒരാൾക്ക് രണ്ടു മുഖം, അത്യാവശ്യ സാഹിത്യം. മനസ്സിലാവുന്നില്ല. നീ ആരാ? ആരാ? സാന്ദ്ര.
സാന്ദ്ര സത്യനാഥ്. അതിനു മുൻപ് സാന്ദ്ര ക്രിസ്റ്റഫർ. ക്രിസ്റ്റഫർ? ക്രിസ്റ്റഫർ ജോൺ, ഫേമസ് പിയാനോയിസ്റ്റ്. കേട്ടിട്ടുണ്ടാവും. മരിച്ചുപോയില്ലേ? ഉവ്വ്. ആംഗ്ലോ ഇന്ത്യനായ ക്രിസ്റ്റഫർ ജോണിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടി സാവിത്രി മേനോൻ. പേരുകേട്ട തറവാടിന്റെ മുറ്റത്ത് കവിതയും സാഹിത്യവുമായി കഴിഞ്ഞവൾ എവിടെയോ വെച്ച് ക്രിസ്റ്റഫറുമായി പരിചയപ്പെട്ടു, അടുത്തു. ഇരു കുടുംബക്കാരും ശക്തമായി എതിർത്തിട്ടും അവർ ഒരുമിച്ച് ജീവിച്ചു. സാവിത്രി പ്രസവിച്ചു ഒരു പെൺകുഞ്ഞിനെ, ഈ സാന്ദ്രയെ. അച്ഛന്റെ സംഗീതവും അമ്മയുടെ കവിതയും കേട്ട് 14 വയസ്സുവരെ അല്ലൽ എന്തെന്നറിയാതെ ഞാൻ വളർന്നു. അച്ഛൻ എന്നെ സംഗീതം പഠിപ്പിച്ചു. വിലയേറെ വിവിധതരം ഡ്രസ്സുകൾ അമ്മ എനിക്ക് മേടിച്ചു തന്നു. അമ്മ എന്നും അങ്ങനെയായിരുന്നു. അമ്മയുടെ ഈ ധാരാളിത്തം അച്ഛന് ഇഷ്ടമായില്ല. വരവിനേക്കാൾ ചെലവ്. അച്ഛനും അമ്മയും എന്നും വഴക്കായിരുന്നു. ഒരു ദിവസം വഴക്കിട്ട് ഇറങ്ങിപ്പോയ അച്ഛൻ മടങ്ങി വന്നപ്പോ കണ്ടത് കുറെ സ്ലീപ്പിംഗ് പിൽസിൽ ജീവൻ അവസാനിപ്പിച്ച അമ്മയെ. അച്ഛനെ അത് വല്ലാതെ തളർത്തി. പിന്നെ കുടി, മുഴുനേരവും. വീട്ടു സാധനങ്ങൾ ഓരോന്നായി വിറ്റ് കുടിക്കാൻ തുടങ്ങി. രോഗിയായി ഹോസ്പിറ്റലിൽ കിടന്ന അച്ഛൻ മരിച്ചു. ഞാൻ തനിച്ചായി. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയ ദിവസങ്ങൾ. എല്ലാ സാധനങ്ങളും വിൽക്കേണ്ടി വന്നു, എന്നെ ഒഴിച്ച്. എല്ലാം. അച്ഛന്റെ പ്രിയപ്പെട്ട പിയാനോ വരെ. എന്നിട്ടും സാന്ദ്ര തോറ്റില്ല. 4 ഇരട്ടി വില കൊടുത്ത് അച്ഛന്റെ ആ പിയാനോ ഞാൻ തിരിച്ചു വാങ്ങി. ഹാളിൽ കണ്ടില്ലേ ആ പിയാനോ? എങ്ങനെ പറയാം. പിന്നെ വരുന്ന എന്നോടൊപ്പം? എവിടേക്ക്? അറിയില്ല, പോകാം. എവിടേക്കെങ്കിലും. A pleasant outing. 2-3 ദിവസത്തേക്ക്. യെസ്. ഇതെവിടേക്കാ? ഇന്നലെ രാത്രി എവിടെയായിരുന്നു? ഇതെന്താ പ്ലാസ്റ്റർ? കഴിക്കാൻ തോറ്റി? ചോദിച്ചത് കേട്ടില്ലേ? കൂടുതൽ സ്വാതന്ത്ര്യം ഭരണം ഒന്നും വേണ്ട. ഓ, അതൊന്നും മുതൽക്കാ ഇങ്ങനെ ഒരു അമൻമെന്റ്? യു മൈൻഡ് യുവർ ബിസിനസ്. വെറുതെ എന്റെ കാര്യത്തിൽ തലയിടണ്ട. കൊള്ളാം. എന്റെയും നിന്റെയും കാര്യം അതുവരെ എത്തിയല്ലേ? പറ, ജിജോക്ക് എന്താ പറ്റിയേ? എന്താടാ നീ എങ്ങോട്ടാ?